രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിത രഹസ്യമൊഴി നൽകി. നെടുമങ്ങാട് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, നേരത്തെ എഫ്ഐആറിലുണ്ടായിരുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും രഹസ്യമൊഴിയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം ഈ കേസിൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിനെതിരെ ആദ്യം നൽകിയിരുന്ന പരാതിയിൽ പറഞ്ഞിരുന്നത് പത്തനംതിട്ട അവിടെ ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി, ഹോം സ്റ്റേയിൽ വിളിച്ചു വരുത്തി പീഡനത്തിനിരയാക്കി എന്നായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഉള്ള വെളിപ്പെടുത്തലുണ്ട്, വിവരങ്ങളിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു തവണയല്ല, ഒന്നിലേറെ തവണ രാഹുൽ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഈ അതിജീവിതം നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെതിരെ കൂടുതൽ കുരുക്കുമുരുകുന്നതാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരേ സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചുവെങ്കിലും 2 ദിവസങ്ങളായി, ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് രാഹുൽ അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് രണ്ടാമത്തെ കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. എന്തായാലും വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രഹസ്യമൊഴിയും അതോടൊപ്പം തന്നെ രാഹുലിന്റെ ചോദ്യം ചെയ്യലും ഒരേ സമയം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ആ ജാമ്യത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് പോവുക. എന്തായാലും ഈ 3 കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 3 കേസുകളിലും വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരവും. സിജോ, ഇതിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കുക, MLA എന്ന നിലയിൽ ഒരുപക്ഷെ സമൂഹത്തിൽ മാതൃകയാകേണ്ട ഒരാൾ ഇത്തരത്തിൽ പെരുമാറുന്നു എന്നുള്ളത് കുറെ കൂടി ജനങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടാകും അന്വേഷണ സംഘത്തിന് മുന്നിൽ. അപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങളുടെ വേഗം ഏത് തരത്തിലാകും? രാഹുലിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. രാഹുലിന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് രാഹുൽ ഇപ്പോഴും പുറത്താണ് എന്നുള്ളതാണ്. രാഹുലിന് 3 കേസുകളിലും ജാമ്യം ലഭിച്ച സാഹചര്യമുണ്ട്. പക്ഷേ അതങ്ങനെ നിൽക്കുമ്പോഴും ഇപ്പോൾ രാഹുലിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കസ്റ്റഡിക്ക് തുല്യമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുന്നത്. കാരണം രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് ഈ 3 ദിവസങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുക എന്നുള്ളതാണ്. ആ സമയത്ത് രാഹുലിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, എന്ത് തെളിവുകൾ വേണമെങ്കിലും ശേഖരിക്കാം എന്നുള്ളതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രീയമായ മെഡിക്കൽ പരിശോധനകളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുന്നു. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. ഇതിൽ DNA പരിശോധന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാഹുലിന്റെ ഫോൺ അന്വേഷണ സംഘം നേരത്തെ പിടിച്ചെടുത്തിരുന്നു. അത് ആദ്യഘട്ടത്തിൽ രാഹുൽ നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് പിടിച്ചെടുത്ത് അതിന്റെ ശാസ്ത്രീയമായ പരിശോധനകളിലേക്കും അന്വേഷണ സംഘം പോവുകയാണ്. രാഹുൽ പറയുന്നത് ഈ 3 കേസുകളിലും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നിരിക്കുന്നതെന്നാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഹുൽ പ്രേരിപ്പിച്ചാണ് ഇവരെ കൊണ്ടുവരുന്നതെന്നും അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നുള്ള തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഓക്കെ, സിജോ ബി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.